അഭിലാഷ്, വലിയ നിര തന്നെ അവിടെ ഉണ്ടെന്നറിയാം. ഈ നിര നീണ്ട് എവിടെ വരെ ഉണ്ട് ഇപ്പോൾ? മോത്തി, ഞാൻ ഇവിടുന്ന് നോക്കിയാൽ കാണാത്ത അത്രയും ദൂരത്തിൽ പുറകോട്ട് ക്യൂ ഉണ്ട്. ഇവരൊക്കെ കുറേ നേരമായി ഇവിടെ വി എസിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ, വി എസിന് വേണ്ടി അവസാനമായി ഒന്ന് മുഷ്ടി ചുരുട്ടാൻ, വി എസിന് വേണ്ടി അവസാനമായി ഒരു കണ്ണീർ കണം പൊഴിക്കാൻ കാത്തിരിക്കുന്ന മനുഷ്യരാണ്. ഈ ക്യൂ അനങ്ങിയിട്ട് പോലുമില്ല. ഒരു വലിയ ക്യൂ ആണ് ഇവിടെ ഉള്ളത്. ഇത് ഞാനിപ്പോൾ ഏതാണ്ട് സ്പെൻസർ ജംഗ്ഷനിലെത്തി. ഇതിനപ്പുറത്തേക്ക് പാളയം വരെ നീളുന്ന വലിയ ക്യൂ ഇവിടെ ഉണ്ട്. എത്ര നേരം നിന്നിട്ടായാലും വി എസിനെ കണ്ടേ പോകൂ എന്ന് പറയുന്ന ആളുകളാണ്. ചേട്ടൻ എവിടുന്ന? ഞാൻ വെള്ളായടി നിയമമാണ്. വി എസിനെ കാണാൻ വന്നതാണ്. കാണാൻ പറ്റുന്നത് തന്നെയാണ്. ഒരു നോക്ക് കണ്ടിട്ടേ പോകുള്ളൂ. ഒരു നോക്ക് കണ്ടിട്ടേ പോകുള്ളൂ. മഴയൊക്കെ പെയ്താലും, എത്ര വൈകിയാലും എത്ര മഴ പെയ്താലും ശരി തന്നെയാണ്. എത്ര വെളുക്കുന്നേരായാലും നിന്ന് കണ്ടിട്ടേ പോകുള്ളൂ. ചേട്ടൻ വി എസിനെ മുമ്പ് കണ്ടിട്ടുണ്ടോ? ഉണ്ട്, കണ്ടിട്ടുണ്ട്. വി എസിനെ കുറിച്ചുള്ള ഓർമ്മകൾ എന്താണ്? നല്ലൊരു ജനനായകനാണ്. ഞാൻ കൊല്ലത്ത് നിന്ന് വി എസിനെ കാണാനായി വന്നതാണ്. അതെ, ഞാൻ രാവിലെ ഇറങ്ങിയതാണ്. മഴയുണ്ടായിരുന്നു. ഇതുകൊണ്ടുള്ള സഹിച്ചാലും കുഴപ്പമില്ല. കണ്ടേ അടങ്ങും, കണ്ടേ മാറും. അതൊരു എന്താ പറയുക, അതൊരു സ്പിരിറ്റ്. അതെ അതെ, എത്ര ബുദ്ധിമുട്ട് സഹിച്ചാലും വി എസിനെ കണ്ടേ മടങ്ങൂ എന്ന് പറയുന്ന ആളുകളുണ്ട്. വി എസിന്റെ ചിത്രം ചേർത്ത് വെച്ചിരിക്കുന്ന ആളുണ്ട്. എവിടുന്ന? കണ്ണമ്മൂല. വി എസിനെ ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. പാർട്ടി പ്രവർത്തകനാണ്. നിങ്ങളൊക്കെ? പാലക്കാട് പട്ടാമ്പിയിൽ നിന്ന് ഇവിടെ ജോലി ചെയ്യാണോ അതോ വി എസിനെ കാണാൻ വന്നതാണ്? ഞാൻ ഇപ്പോൾ ട്രാൻസ്ഫറായി ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ വി എസിനെ കാണാനെത്തി. ഞാൻ പട്ടാമ്പി കോളേജിൽ വർക്ക് ചെയ്യാണ്. വി എസിനെ ഇഷ്ടമാണ്. അതെ അതെ അതെ. കോഴിക്കോടാണ് സ്വദേശം. വി എസിനെ കാണാൻ വന്നതാണ്. വി എസിനെ കാണാൻ വന്നതാണ്. വി എസിനെ കാണാൻ വന്നതാണ്. ഇപ്പോൾ കാലാവസ്ഥയൊക്കെ പ്രതികൂലമാണ്. വലിയ ക്യൂ. ഈ ക്യൂ ഇതുവരെ അനങ്ങി തുടങ്ങിയിട്ട് പോലും ഇല്ല. എന്നാലും വി എസിനെ കണ്ട് അഭിവാദ്യം അർപ്പിച്ചിട്ടേ മടങ്ങുന്നുള്ളൂ. അതെ, വി എസ് ആവേശമാണ്.